Welcome to Cutie the Beauty Soap and BSY Noni Hair Color Shampoo co-presents Mr. and Mrs. Blockbuster partner MyG, co-powered by Asian Paints, Ultimac Antiseptic Disinfectant Liquid. Special partner Soapic. മിസ്റ്റർ ആൻഡ് മിസ്സിസിനെ സംബന്ധിച്ച് വളരെ സ്പെഷ്യൽ ആയിട്ടുള്ള ഒരു എപ്പിസോഡാണ് ഇന്ന്. അതായത് നമ്മളിപ്പോൾ മിസ്റ്റർ ആൻഡ് മിസ്സിസ് തുടങ്ങിയിട്ട് കുറച്ചധികം എപ്പിസോഡുകളായി, കുറെ അധികം മാസങ്ങളായി. നമ്മുടെ മിസ്റ്റർ ആൻഡ് മിസ്സിസിന്റെ ആദ്യത്തെ എലിമിനേഷൻ പ്രോസസ് നടക്കാൻ പോകുന്ന ഒരു എപ്പിസോഡാണിത്. നമ്മളൊരു ഫാമിലി പോലെ 8 വൈറൽ കപ്പിൾസുമായിട്ട് കുറച്ചധികം ദൂരം യാത്ര ചെയ്തു. അപ്പോ ഇന്ന് അതിൽ കുറച്ച് പേർ എലിമിനേഷൻ പ്രോസസ്സിലൂടെ കടന്നു പോകേണ്ടതായിട്ടുണ്ട്. ഓക്കെ, അപ്പോ നമുക്ക് നമ്മുടെ കാര്യക്കാരെ ആദ്യം തന്നെ വെൽക്കം ചെയ്യാം. ലെറ്റ്സ് വെൽക്കം ജിപി. പിന്നെ നമ്മുടെ കൂടെ നമ്മുടെ സുന്ദരി കൊച്ച് എപ്പോഴും ഉണ്ടല്ലോ, ഇടക്കിടക്ക് വല്ലാണ്ട് പൊക്കുന്നുണ്ടല്ലേ. ഓക്കെ, ലെറ്റ്സ് വെൽക്കം ഡിപി. ഡിപി ഇന്ന് മിസ്റ്റർ ആൻഡ് മിസ്സിസിനെ സംബന്ധിച്ച് വളരെ നിർണായകമായിട്ടുള്ള ഒരു ദിവസമാണ്. ഓക്കെ, നമ്മളുടെ ആദ്യത്തെ എലിമിനേഷൻ പ്രോസസ് ഇന്നാണ്. പക്ഷെ നമുക്ക് അതിനു മുമ്പ് കുറച്ച് ടാസ്കുകൾ ചെയ്തു തീർക്കാനുണ്ട്. ടാസ്ക് ഒക്കെ കഴിഞ്ഞിട്ട് നമുക്ക് സീരിയസ് സ്വഭാവത്തിലേക്ക് കിടക്കാം. നമ്മൾ നമ്മുടെ സ്ഥിരം തമാശയും കളിയും കാര്യങ്ങളൊക്കെ ആയിട്ട് നമുക്ക് മുന്നോട്ട് പോവാം. ഓക്കെ, അത് മതി. നിങ്ങൾ അങ്ങനെയാണെങ്കിൽ പിന്നെ ഞാൻ ഡബിൾ. ഓക്കെ, അങ്ങനെയാണെങ്കിൽ നമുക്ക് നമ്മുടെ കപ്പിൾസിനെ വിളിക്കാം. പിന്നെ അല്ല, വിളിക്ക്. ഞാൻ കപ്പിൾസിനെ വിളിക്കാൻ 2 സ്റ്റെപ്പ് പുറകോട്ടേക്ക് ഇറങ്ങി. ലെറ്റ്സ് വെൽക്കം നമ്മുടെ കപ്പിൾസ്. ആ കുട്ടികളെ, അയ്യോ സീരിയസ് ഒന്നും ആവണ്ട, കൂൾ. ഓക്കെ, അത്രേ ഉള്ളൂ. സെറ്റല്ലേ? ഓക്കെ, അങ്ങനെയാണെങ്കിൽ നമ്മുടെ ഇന്നത്തെ എപ്പിസോഡില് കുറെ അധികം കാര്യങ്ങൾ നമുക്ക് ചെയ്യാനുണ്ട്. കുറച്ചധികം ടാസ്കുകളൊക്കെ ബാക്കി കിടപ്പുണ്ട്. ടാസ്കിലേക്കൊക്കെ പോയാലോ? ഓക്കെ, അപ്പോ ഇന്നത്തെ എപ്പിസോഡിലെ ആദ്യത്തെ ടാസ്കിലേക്ക് നമ്മൾ പോകാൻ പോവുകയാണ്. നിങ്ങളിപ്പോ കണ്ടുകൊണ്ടിരിക്കുന്നത് മിസ്റ്റർ ആൻഡ് മിസ്സിസ് അല്ല, ഇതൊരു അവാർഡ് ഷോ ആണെന്ന് നിങ്ങൾ വിചാരിക്കുക. മിസ്റ്റർ ആൻഡ് മിസ്സിസിന്റെ അവാർഡ് ഷോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. നമുക്ക് ഈ കഴിഞ്ഞ ഒരു വർഷം മിസ്റ്റർ ആൻഡ് മിസ്സിസിൽ ഗംഭീര പ്രകടനം കാഴ്ചവെച്ച ഒരുപാട് ആക്ടേഴ്സും ആക്ട്രസസും ഒക്കെ ഇവിടെ ഇരിപ്പുണ്ട്. ഓക്കെ, അപ്പൊ ഇവർക്ക് അവാർഡ് കൊടുക്കുന്ന ഒരു ചടങ്ങിലേക്കാണ് ഞാൻ നിങ്ങളെയൊക്കെ ഹാർദവമായിട്ട് സ്വാഗതം ചെയ്യുന്നത്. നമ്മുടെ സ്പെഷ്യൽ ഗസ്റ്റ് ആയിട്ട് ഇവിടെ ഉള്ളത് ജിപി, ഓസ്കാർ അവാർഡ് വിന്നർ, ആൻഡ് ഡിപി പഞ്ചായത്ത് അവാർഡ് വിന്നർ. അല്ല, അങ്ങനെയല്ലേ, പഞ്ചായത്ത് നല്ലതല്ലേ? പഞ്ചായത്ത് വളരെ പഞ്ചായത്തിലെ ഏറ്റവും നല്ല ആക്ട്രസിനുള്ള അവാർഡ് പഞ്ചായത്ത്. അപ്പോ നമ്മൾ കുറെ അധികം അവാർഡ്സ് ഇവിടെ ഇങ്ങനെ നേരത്തെ വെച്ചിട്ടുണ്ട്. കുറച്ച് ഡീസന്റ് ആയിക്കോട്ടെ, അവാർഡ് ഷോ ഒക്കെ ഇങ്ങനെ ഹോസ്റ്റ് ചെയ്യുന്നു. ഓക്കെ, അപ്പോ നമ്മുടെ അവാർഡ് ഇതിൽ നിന്നൊക്കെ വളരെ വ്യത്യസ്തമായിരിക്കും. ഇവരാണ് വരുന്നത്. ഇവര് 9 അവാർഡ്സ് ഉണ്ട്. അതിൽ നിന്ന് ഒരു അവാർഡ് സെലക്ട് ചെയ്യുക, എന്നിട്ട് ഇവരിലുള്ള ഒരാൾക്ക് നോമിനേറ്റ് ചെയ്യുക. നല്ല കൈഡേ. ഏകദേശം 9 അവാർഡ്സ്. Wow, it's close to 9 awards ഞാൻ നിങ്ങൾക്ക് വേണ്ടി സെലക്ട് ചെയ്ത് വെച്ചിട്ടുണ്ട്. സോ നമ്മൾ ആരെയാണ് ആദ്യം വിളിക്കുന്നത്? ആദ്യം നമുക്ക് വിളിച്ചാലോ ഇത്ത. Okay, let's welcome wonderful, gorgeous and the best beautiful India of the country, Ita. ഇഷ്ടമുള്ള ഒരു അവാർഡ് ചൂസ് ചെയ്യൂ, എന്നിട്ട് അത് ആർക്ക് കൊടുക്കണമെന്ന് ഇത്ത പറയൂ. Okay, I am. Nagavalli award goes to Lakshmi. ഇവിടുത്തെ എല്ലാ അഭിനയം കൊണ്ടും നമ്മൾക്ക് നഗവലി കൊടുക്കാൻ പറ്റിയ ഒരു കണ്ടസ്റ്റന്റ് ആയിട്ട് എനിക്ക് ലക്ഷ്മിയാണ് തോന്നിയത്. അതുകൊണ്ടാണ് ലക്ഷ്മിക്ക് കൊടുക്കുന്നത്. ഇതെന്ത് ഭാഷ? ഓക്കെ, അപ്പോ നല്ല കൈറ്റി കൊടുക്കാൻ ബെസ്റ്റ് നാഗവലി ഗോസ് ടു ലക്ഷ്മി. സത്യം പറഞ്ഞാൽ ഭയങ്കര സന്തോഷമാണ്. ഐ റെസ്പെക്ട് ദിസ് അവാർഡ്. എനിക്ക് ഭയങ്കര സന്തോഷം. എന്നെ വീട്ടുകാരും നാട്ടുകാരും എല്ലാം നാഗവലിന്നാണ് വിളിക്കുന്നത്. ഇപ്പൊ ഇവിടെ ഉള്ളവർ വിളിച്ച എന്നെ നിങ്ങൾ മനസ്സിലാക്കിയതിൽ എനിക്ക് വളരെ സന്തോഷമുണ്ട്. ഐ എം വെരി ഹാപ്പി ടു ബി പാർട്ട് ഓഫ് ദിസ് അവാർഡ് നൈറ്റ്. താങ്ക് യു. താങ്ക് യു സോ മച്ച് ലക്ഷ്മി. ഓക്കെ ലക്ഷ്മി, ഇതിൽ നിന്ന് കുറെ അവാർഡ് ഉണ്ട്. ഇതിൽ ഒരു അവാർഡ് എടുത്ത് ലക്ഷ്മിക്ക് വേറൊരാൾക്ക് നോമിനേറ്റ് ചെയ്യാം.
ഹൃദയ ഭാനു. ഹൃദയ ഭാനു. ഹൃദയ ഭാനു അവാർഡ് ഗോസ് ടു അജിത്. Why Ajit? Because മലയാളത്തിൽ പറഞ്ഞാൽ മതി. okay. I know the best part. Okay. ഹൃദയം കൊണ്ട് വളരെ ശുദ്ധനും പിന്നെ ഹൃദയഭാനുവിന്റെ സ്വഭാവം ഉള്ളവനും ആണെന്ന് എനിക്ക് ഫീൽ ചെയ്തത് കൊണ്ടാണ് ഹൃദയഭാനു. ഹി റിയലി ഡിസേർവ്സ് ദിസ്. Wow, that's so nice. So nice. So ഈ അവാർഡ് ഏറ്റുവാങ്ങുന്നതിനായി അജിത് ഭാനു അവാർഡ് പ്ലീസ് കൊടുക്ക്. എനിക്ക് പറഞ്ഞിരിക്കാൻ പറ്റുന്നില്ല. ആക്ച്വലി ഞാൻ ഒട്ടും എക്സ്പെക്ട് ചെയ്തില്ല ഇത്തരം അവാർഡ്. ലക്ഷ്മി, താങ്ക് യു സോ മച്ച്. ആക്ച്വലി ഞാനൊരു ഹൃദയമുള്ളവനാണെന്ന് ലക്ഷ്മി മനസ്സിലാക്കിയിട്ടുണ്ട്. മറ്റാരെക്കാരും അവൾ എന്നെ മനസ്സിലാക്കിയിട്ടുണ്ട്. താങ്ക് യു മുത്തേ, താങ്ക് യു സോ മച്ച്. അജിത് ഹൃദയഭാനു അവാർഡ് കിട്ടിയതിൽ ഒരുപാട് കൺഗ്രാറ്റ്സ്. ഇതിൽ വേറെ കുറെ അവാർഡ്സ് ഇരിക്കുന്നുണ്ട്. ബാക്കി ഓൾമോസ്റ്റ് 7 അവാർഡ്സ് ഉണ്ട്. ഇതിൽ ഏത് അവാർഡ് ആർക്കാണ് അജിത് കരുതുന്നത്? Okay. Okay, that's a nice cool award. Actually GPക്ക് വാങ്ങിക്കാവുന്നതാണ്. Nice. ഗിരിരാജൻ കോഴി. എല്ലാവരും കണ്ടല്ലോ. ആക്ച്വലി എനിക്കിത് കൊടുക്കാൻ പറ്റിയതിൽ ഭയങ്കരമായിട്ട് കൃതാർത്ഥനാണ് ഞാൻ. ആക്ച്വലി ഇത് നമ്മുടെ അവാർഡ് ഷോയുടെ പ്രസ്റ്റീജിയസ് അവാർഡാണ് ഗിരിരാജൻ കോഴി അവാർഡ്. ഈ അവാർഡ് ഗിരിരാജൻ കോഴി അവാർഡ് എനിക്ക് ഗോസ് ടു ഒരാൾ മാത്രമാണ്, നമ്മുടെ സ്വന്തം തൃശ്ശൂരിന്റെ മുത്ത് നിസാർക്ക. ഇപ്പോഴും ഏറ്റവും സന്തോഷമായിരുന്നു. എല്ലാരും എന്നെ ശരിക്കും തിരിച്ചറിഞ്ഞത് ഇപ്പോഴാണ്. ഈ അവാർഡ് ഇതിൽ ഒരുപാട് അവാർഡ്സ് ഇനിയും ബാലൻസ് ഉണ്ട്. സെലക്ട് ചെയ്തോളൂ. CID Musa award goes to രഞ്ജിത്ത്. എന്ത് കാര്യം കിട്ടിയാലും രഞ്ജിത്ത് അതിന്റെ വലിയ പിന്നാമ്പറം അന്വേഷിച്ചു ഏതാണ് ആദ്യം എന്നുള്ളത് അന്വേഷിച്ച് അവിടെ നിന്ന് ഇങ്ങനെ തുടങ്ങി വരും. അങ്ങനെ എന്നാലും തൃപ്തിയാവുള്ളവന്. ആ ഏറ്റവും യോജിച്ച പേരാണ് CID മൂസ. വളരെയധികം സന്തോഷമുണ്ട്. കാരണം ഇത്രയും വലിയൊരു കോടിയുടെ അവാർഡ് പിടിക്കാൻ പറ്റിയതിൽ എനിക്ക് സന്തോഷമുണ്ട്. ഞാൻ പല പ്രാവശ്യം പല അവാർഡ് ഷോയിലും ഞാൻ ഈ കോടിയുടെ അവാർഡ് പിടിക്കാൻ നോക്കിയിട്ടുണ്ട്. പക്ഷെ ആരും തന്നിട്ടില്ല. ഇപ്രാവശ്യം കിട്ടിയതിൽ സത്യം പറഞ്ഞ ഗിരിരാജൻ കോഴി എനിക്ക് ഒരുപാട് സന്തോഷം. എങ്ങനെ പറഞ്ഞ് എനിക്കത് അറിയിക്കണമെന്നില്ല. ഇനിയും കുറെ അവാർഡ്സ് ഉണ്ട്. ഇതിൽ നിന്ന് ഏത് അവാർഡാണ് സെലക്ട് ചെയ്യാൻ പോകുന്നത്, ആർക്കാണ് സെലക്ട് ചെയ്ത് കൊടുക്കുന്നത്? 10 രൂപ. ഇവള് നമ്മളെക്കാളും തറയടാ. മണവാളൻ അവാർഡ്സ്. And the Manavalan award goes to ഈ അവാർഡ് ഞാൻ കൊടുക്കാൻ പോണത് എപ്പോഴും എന്തിനെ പറ്റിയിട്ടും വല്ലാത്ത രീതിയിലും പറയാത്ത രീതിയിലും പറഞ്ഞുകൊണ്ടിരിക്കുന്ന നമ്മുടെ മീത്തിനാണ്. മീത്ത് എപ്പം നോക്കിയാലും കണ്ണൂരിനെ പറ്റി പൊക്കി കണ്ണൂരിന് എന്താണെന്ന് തലശ്ശേരി ആണെന്നൊക്കെ പറഞ്ഞിട്ട് കണ്ണൂരിലെ രാജ. അത് തന്നെ. അതുകൊണ്ട് പൊക്കി പറയുന്നതുകൊണ്ട് ഏറ്റവും കൂടുതൽ മണവാളൻ അവന് തന്നെയാണ് യോജിച്ചിട്ടുള്ളത്. ഈ അവാർഡ് എനിക്കൊരു ഓസ്കാറിനെ പോലെ തന്നെയാണ്. ഇതിനും വലിയൊരു അവാർഡാണ് ഞാൻ പ്രതീക്ഷിച്ചത്. പക്ഷെ ഇത് കിട്ടിയതിൽ വളരെ സന്തുഷ്ടനാണ്. പറഞ്ഞ കാര്യം എനിക്ക് ഇഷ്ടമായി. കണ്ണൂരിനെ കുറിച്ച് പറയുന്നത് പൊക്കി പറയുന്നത് കണ്ണൂർക്കാർ അങ്ങനെ തന്നെയാണ്. പിന്നെ കണ്ണൂരിലെ സംഭവങ്ങളും അങ്ങനെ തന്നെയാണ്. തന്നതിൽ വളരെ വളരെ വലിയ സന്തോഷം. ഇതിൽ നിന്ന് ഏത് അവാർഡ് ആൾക്കാർ കൊടുക്കുന്നത്? Casanova.
കാസ്നോവയായിട്ട് ഞാൻ സെലക്ട് ചെയ്യാൻ പോകുന്നത് നിഖിലേട്ടനാണ്. കാസ്നോവ എന്ന് വെച്ചാൽ ഭയങ്കര സ്റ്റൈലും പിന്നെ എന്താ പെൺകുട്ടികളുടെ അട്രാക്ഷൻ പിടിച്ചു പറ്റുന്ന ആള്, പിന്നെ പൈസനെ കൊണ്ടൊക്കെ കളിക്കുന്ന വലിയ ഒരു ഗോൾഡ് ഡിഗർ അങ്ങനെയൊക്കെ. ഓക്കെ, അപ്പൊ അടുത്ത മാറിയിട്ടില്ല, ആള് മാത്രം മാറി. സോ എനിക്ക് വളരെ വിലപ്പെട്ടൊരു അവാർഡാണിത്. താങ്ക് യു സോ മച്ച് മീ. ഐ അക്സെപ്റ്റ് ദിസ്. താങ്ക് യു സോ മച്ച്. നമ്മുടെ കയ്യിൽ ഓൺലി 3 അവാർഡ്സ്. നന്നായിട്ട് സെലക്ട് ചെയ്യണം. ഒരുപാട് ആൾക്കാർ അവരെ ഉണ്ട്. Sleevachen award. That's a nice award. Sleevachen. Sleevachen. Oh, okay. So Achayan. That's nice. Achayan. Varu Achayan varu. Okay, nice. പന്തങ്ങളുടെ പെരിച്ചാഴിയെ പോലെ നിൽക്കുന്ന കണ്ടില്ലേ അച്ചായൻ? അവാർഡ് വാങ്ങിച്ചു. അവാർഡ്. എനിക്ക് ഈ അവാർഡ് കിട്ടിയതിൽ വളരെ സന്തോഷമുണ്ട്. പക്ഷെ ഇവൻ എനിക്കിത് എന്തിനാ തന്നേന്നുള്ളത് മനസ്സിലായില്ല. സത്യമായിട്ടും ഞാനൊരു നിഷ്കളങ്കനായ കാരണമാണെന്ന് എനിക്ക് തന്നെ. അപ്പൊ എന്തായാലും ഇങ്ങനൊരു അവാർഡ് ആദ്യമായിട്ട് കിട്ടിയതാണ് ജീവിതത്തിൽ. അതുകൊണ്ട് ഒരുപാട് സന്തോഷമുണ്ട്. ഇതിൽ നിന്ന് ബാലൻസ് 2 അവാർഡ്, അതിലൊരു അവാർഡ് സെലക്ട് ചെയ്യുക. ഓക്കെ, എന്ത് അവാർഡ് ആണെന്ന് അച്ചായൻ ഇപ്പൊ അനൗൺസ് ചെയ്യുന്നതാണ്. തളത്തിൽ ദിനേശൻ അവാർഡ്. ഈ തളത്തിൽ ദിനേശൻ അവാർഡ് എന്തുകൊണ്ടും അർഹനായിട്ടുള്ളത് സഞ്ജു ആണ്. ഇപ്പൊ ഞങ്ങൾ ഈ ഇവിടെ പരിപാടിക്കൊക്കെ വരുമ്പോ തലേ ദിവസം അവിടെ വന്നിരിക്കുന്ന സഞ്ജു എപ്പോ സംസാരിച്ചാലും ഒരു തളത്തിൽ ദിനേശൻ അവാർഡുണ്ട്. അത് കാരണം വളരെ സന്തോഷമുണ്ട് എനിക്ക്. ഐ കാൺ ബിലീവ് ദിസ് വൺ പറയേണ്ടത്. ഒരു സന്തോഷം. ഈ ദിനേശൻ എന്താന്ന് എല്ലാവർക്കും അറിയാമല്ലോ. പെണ്ണുപിള്ള അതിഭീകരമായ സംശയം. അദ്ദേഹത്തിന്റെ കണ്ണൊക്കെ നിറഞ്ഞു സന്തോഷം കൊണ്ട്. ഫൈനൽ അവാർഡാണ്. ഈ ഒരു അവാർഡ് നൈറ്റിന്റെ ലാസ്റ്റ് അവാർഡാണ്. ഇത് എന്ത് അവാർഡാണ്? ആ ഒരു ക്യാരക്ടറും ആ ഒരു കലിപ്പും ആ ഒരു തല്ലുള്ള ഒരാളെ ഉള്ളു. സുമിത്ത്. Arakel Abu award goes to Sumit. മനോഹരമായ താങ്കളുടെ പെർഫോമൻസ് മിസ്റ്റർ മിസ്സിന്റെ പേജിൽ ഒരുപാട് തവണ കണ്ടിട്ടുണ്ട്. എന്തൊക്കെയാണ് പറയാനുള്ളത് പ്ലീസ്? എന്തായാലും ഒരുപാട് സന്തോഷം. അർക്കൽ അബു അവാർഡ് കിട്ടാൻ സാധിച്ചതിൽ ഒരുപാട് സന്തോഷം. അത് അവസാനം ഇത് ഒരെണ്ണം ഉള്ളത് കൊണ്ടാണോ എനിക്ക് അറിയില്ല. എന്തായാലും സഞ്ജു താങ്ക് യു. പ്രേക്ഷകർക്കും ഒരുപാട് നന്ദി. Thank you so much. Please go back to your seat. ഈ ഒരു അവാർഡ് നൈറ്റിൽ നിങ്ങൾ ഇത്രയും നേരം സ്പെഷ്യൽ ഗസ്റ്റ് ആയിരുന്നു. ഒരുപാട് അവാർഡ്സ്, ഒരുപാട് ആൾക്കാർ അങ്ങോട്ടും ഇങ്ങോട്ടും കൊടുക്കുന്ന കണ്ടു. എന്ത് തോന്നുന്നു? പല പുതിയ കാര്യങ്ങൾ നമ്മൾ അറിയാനിടയായി. പല കാര്യങ്ങൾ നമുക്ക് നേരത്തെ അറിയുന്ന കാര്യങ്ങളായിരുന്നു. പക്ഷെ ഇതുപോലത്തെ അവാർഡ് നൈറ്റുകൾ ഇടയ്ക്കിടയ്ക്ക് വെച്ച് കഴിഞ്ഞാൽ ഇവരുടെ ഉള്ളിലുള്ള പല കളികളും നമുക്ക് മനസ്സിലാക്കാൻ പറ്റും എന്നുള്ളത് എനിക്ക് മനസ്സിലായി. നമുക്ക് ഈ അവാർഡ് ഷോ വൈൻഡ് അപ്പ് ചെയ്താലോ? ഓക്കെ, അപ്പൊ ഗൈസ് നിങ്ങൾ എല്ലാവരും സഹാപ്പയല്ലേ? അവർക്ക് ആവശ്യമുള്ള അവാർഡ് കൃത്യമായിട്ട് കിട്ടിയില്ലേ? ഓക്കെ, അപ്പൊ ഇനി പ്രോപ്പർട്ടീസ് ഒക്കെ മാറ്റിയിട്ട് നമുക്ക് അടുത്തൊരു ടാസ്കുമായിട്ട് വരാം. ഓക്കെ, അപ്പൊ അടുത്തായിട്ട് ഷിറ്റു നമ്മളൊരു ഒരു ഫണ്ണായിട്ടുള്ള ടാസ്കിലേക്ക് പോവാണ്. ആ ഫണ്ണായിട്ടുള്ള ടാസ്ക് എന്ന് പറഞ്ഞാൽ ഒരുപാട് എല്ലാവർക്കും ഇഷ്ടപ്പെടുന്ന ഒരു ടാസ്ക് ആണ് ബിസ്ക്കറ്റ് ഈറ്റിംഗ്. അതെ, നമ്മള് കണ്ടതുണ്ട് ബിസ്ക്കറ്റ് കഴിക്കാൻ പോവാണ്. ഓക്കെ, അത് എങ്ങനെ കഴിക്കണം, എന്ത് ബിസ്ക്കറ്റ് ആണ്, ഏത് രീതിയിൽ കഴിക്കണം എന്നുള്ള കാര്യങ്ങളൊക്കെ വളരെ എലാബറേറ്റ് ആയിട്ട് പറഞ്ഞുതരാം. ഒരുപാട് പ്രോപ്പർട്ടീസ് വരാനുണ്ട്. ഓക്കെ, പ്രോപ്പർട്ടീസിന്റെ കൂടെ നമ്മൾ ആളെയും കൊണ്ടുവരുന്നതായിരിക്കും. അപ്പൊ ഇപ്പൊ പ്രോപ്പർട്ടീസ് വരട്ടെ.
ഓക്കെ, അപ്പൊ നമ്മുടെ പ്രോപ്പർട്ടീസ് റെഡിയാണ്. ഗെയിം കളിക്കാനുള്ള ആൾക്കാരും റെഡിയാണ്. റെഡി. ഓ, അച്ചായൻ വേഴ്സസ് സഞ്ജു. നല്ല കൈഡി. ഈ ഗെയിമിന്റെ പേരാണ് ബിസ്ക്കറ്റ്. നോ. കിട്ടിയാ കിട്ടി, പോയാ പോയി. അതൊക്കെ മാറ്റി. അതൊക്കെ മാറ്റി. കിട്ടിയാ കിട്ടി, പോയാ പോയി. അതായത് സിമ്പിൾ ആയിട്ട് പറഞ്ഞാൽ ഈ ബിസ്ക്കറ്റ് കഴിക്കണം. ഇങ്ങനെ കഴിക്കാൻ പാടില്ല. ഇങ്ങനെ എടുക്കുക, നെറ്റിക്ക് വെക്കുക, കൈ തൊടാതെ കഴിക്കുക. മനസ്സിലായോ? ഓക്കെ. കിട്ടിയാ കിട്ടി, പോയാ പോയി. സഞ്ജു വേഴ്സസ് അച്ചായൻ. ടൈം സ്റ്റാർട്ട്സ് നൗ. സഞ്ജു, come on. പയ്യെ. സൈഡിലോട്ട് തിരിക്കണം. പിടിച്ചോ. ജസ്റ്റ് മിസ്. കുറച്ചുകൂടെ വന്നിട്ട് കുറച്ചുകൂടെ വരട്ടെ. അഞ്ച് പറ്റും. അത് പോയി. 3. അച്ചായന് നാക്ക് ഭയങ്കര പ്രശ്നം കേട്ടോ. സമയം കഴിയാൻ കണ്ടോ? സെക്കൻഡ്സ് ഉണ്ട് കേട്ടോ. 3, 2, 1. 0. നൈസ് മൂവ്. സാധാരണ വീട്ടിലെങ്ങനെ ബിസ്ക്കറ്റ് കഴിക്കുന്നത്? ഇങ്ങനെയാണെന്ന് തോന്നുന്നു. എനിക്ക് നല്ല ഡൗട്ട് ഉണ്ട്. അച്ചായോ കളിയാക്കുന്നു. എന്തായിരുന്നു അതിന് മൂക്കിന്റെ ഇതിലേക്കൂടെ അല്ലല്ലോ ബിസ്ക്കറ്റ് പോയത്. അച്ചായൻ പറഞ്ഞു അച്ചായന്റെ മൂക്കിന് നീളമുള്ളതുകൊണ്ടാണ്. ഈ മൂക്കിന് ഇതിലൊന്നും പോയിട്ടില്ല, ഈ സൈഡിലായിരുന്നേ. അച്ചായന്റെ നാക്ക് പ്രശ്നമാണ്. നാക്ക് മാത്രമല്ല, മൂക്കിന് നീളമുള്ള പ്രശ്നം വന്ന അവന്റെ അങ്ങനെ പരന്ന മൂക്കായിരുന്നു. ഇറങ്ങി വരാൻ എളുപ്പമായിരുന്നു. അവൻ കവിള് വെച്ചാ കളിച്ചിരുന്നു. സഞ്ജു ഇങ്ങനെയൊക്കെ ഇങ്ങനെ കൊണ്ടുവന്ന് ഇങ്ങനെയൊക്കെ. എന്റെ നീണ്ട മോന്തയാണ് സെക്കൻഡ്സിലൊക്കെ. ഇവിടെ ആകെ മൊത്തം ടോട്ടൽ എത്ര എണ്ണം കഴിച്ചു സഞ്ജു? 5 എണ്ണം. 5. അത് മതി, ബിബിനോട് തൽക്കാലം ചോദിക്കണ്ട. കഴിച്ചോ? ഞാൻ വിചാരിച്ചു മുട്ടയാണ്. 5 കഴിച്ചു. ഞാൻ കണ്ടു. ഞാൻ കണ്ടു. 5-1. ഓക്കെ, അപ്പോ KKBP ടാസ്ക് മനോഹരമായിട്ട് ചെയ്ത സഞ്ജു ആണ് വിജയമായിട്ട് പ്രഖ്യാപിച്ചിരിക്കുന്നത്. സ്പൈഡർമാൻ ജയിച്ചു. അൾട്ടിമേറ്റ് കോമഡി കപ്പിൾ റൗണ്ടില് ഇന്ന് പെർഫോം ചെയ്യാൻ വരുന്നത് മിസ്റ്റർ ആൻഡ് മിസ്സസിന്റെ ആ ഒരു തീം സോങ് അവരുടേതായിട്ടുള്ള രീതിയിൽ ക്രിയേറ്റ് ചെയ്ത് ഇവിടെ പെർഫോം ചെയ്യുന്നത് മീത്തും മിറിയാണ്. Mr. and Mrs. 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 കാലത്ത് വന്നര കിളിക്കവൾ കെടുത്തു വച്ച കാപ്പിക്ക് ഉപ്പ് ചേർത്തതും ഫോണിൽ കളിച്ചിരുന്നു നേരമൊട്ടു പോയതിന്റെ കോപം തലക്കടിച്ചതും കണ്ണൊന്നു കൂടിയാൽ വെള്ളം അടങ്ങിയാൽ കെട്ടിയോന് കെട്ടിയോട് വിട്ടതോഴിയായിടും. മിസ്റ്റർ ആൻഡ് മിസ്സസ്. മിസ്റ്റർ ആൻഡ് മിസ്സസ്. മിസ്റ്റർ ആൻഡ് മിസ്സസ്. മിസ്റ്റർ ആൻഡ് മിസ്സസ്. Mr. and Mrs.
അടിപൊളിയായിരുന്നു. നിങ്ങളുടേതായിട്ടുള്ള രീതിയിൽ മിസ്റ്റർ ആൻഡ് മിസ്സിന്റെ ടൈറ്റിൽ സോങ് നിങ്ങളുടെ വേർഷൻ കാണിച്ചു തന്നു. സൂപ്പർ. ബീച്ച് വേറൊരു വീക്ക്നെസ് ആകും. എനിക്ക് ഏറ്റവും ഇഷ്ടമായതും അതാണ്. എന്ന് വെച്ച് കഴിഞ്ഞാൽ ബാക്കി നമ്മളിപ്പോ ഇതുവരെ കണ്ടുവന്നിരുന്ന എല്ലാവരും വീടിനകത്ത് തന്നെ ഒതുങ്ങി നിൽക്കുന്ന സംഭവങ്ങളാണ്. നിങ്ങൾ അതിനെ പുറത്തേക്ക് കൊണ്ടുപോയി, നിങ്ങൾ ബീച്ചിലേക്ക് കൊണ്ടുപോയി, പുറത്തുള്ളൊരു കടയിൽ നടക്കുന്ന കാര്യങ്ങളൊക്കെ ആയിട്ട് നിങ്ങൾ അതിനെ ഔട്ട്ഡോർ കൊണ്ടുപോയത് എനിക്ക് നല്ലൊരു തോട്ടായിട്ട് തോന്നി. അത് മറ്റുള്ളവരിൽ നിന്ന് കുറെ ഡിഫറെന്റ് ആയിട്ട് നിൽക്കാൻ നിങ്ങളെ സഹായിച്ചിട്ടുണ്ട്. അപ്പോ നമ്മൾ നേരത്തെ ഗെയിമിന്റെ പ്രോപ്പർട്ടീസ് ഒക്കെ മാറ്റിവെച്ച് അടുത്ത ഗെയിമിന്റെ പ്രോപ്പർട്ടീസും കാര്യങ്ങളൊക്കെ ആയിട്ട് വന്നിരിക്കുകയാണ്. GPDP ഫീൽ ഇറ്റ് എന്ന് പറഞ്ഞിട്ടുള്ള ഒരു ടാസ്ക് ആണ്. ഇവിടെ 2 ചെറിയ ഊട്ടയുണ്ട്. ആ ഊട്ടയ്ക്കകത്ത് കൂടെ കൈയിട്ട് ഈ സാധനം എന്താണെന്ന് ഫീൽ ചെയ്ത് കണ്ടുപിടിച്ച് പറയുക. ഓക്കെ? ഒരു കാര്യത്തിനെയും പേടിയില്ലാത്ത ധൈര്യമുള്ള കൊച്ചിനെയാണ് വിളിക്കാൻ പോകുന്നത്. ലെറ്റ്സ് വെൽക്കം ഹിമ. അപ്പോ ഇതിനകത്തേക്ക് കൂടെ കൈയിട്ട് ഇതെന്താണെന്ന് പറയാ. ഇതാ ഹിമ അനുഭവിച്ചറിയാൻ പോകുന്നു. ആക്ഷൻ. 2 കേട്ടോ. കമോൺ. എത്തിയിട്ടില്ല. താഴോട്ട്. അയ്യോ എന്താ ഞാൻ വെറുതെ ഒരു മൂടിട്ടതല്ലേ അല്ലേ? അയ്യോ എടാ അത് വലിക്കല്ലേ. ഇവരൊക്കെ പറ്റിക്കുക ഹിമേനെ. ഇട്ടോ കൈട്ടോ. എത്തിയിട്ടില്ല. കുറച്ചുകൂടെ. അയ്യോ എന്തോ അപ്പൊ ഒന്നുകൂടെ വാ. ഓക്കെ റെഡി. ഇപ്രാവശ്യം ഇടത്തേക്കായി കോൺസെൻട്രേറ്റ് ചെയ്യുന്നത് നല്ലതായിരിക്കും. ഇല്ല എത്തിയിട്ടില്ല. പോട്ടെ. കമോൺ. താഴേക്ക് കൊണ്ടുവന്നു. അയ്യോ എന്താ കിട്ടിയോ? സാധനം കിട്ടിയോ? തൊട്ടു. തൊട്ടിട്ട് തോന്നണേ. അത് കണ്ടോ? തൊട്ടിട്ട് തോന്നണേ. ആമയാണോ? എന്താണ്? തോട് നന്നായി നോക്ക്. നന്നായിട്ട് തോട്. നഖം വെച്ചൊക്കെ തൊട്ട് നോക്ക്. ജീവനുണ്ട്, നനവുണ്ട്. കണ്ടു നിൽക്കുന്ന എനിക്ക് പേടിയായിട്ട് വയ്യ. മനസ്സ് കിട്ടിയോ? ലാസ്റ്റ് ഞാൻ. ഓക്കെ റെഡി. കൈ താഴ്ത്തിക്കോ. അത് കൊമ്പ അവിടെ തുടങ്ങി. ഞണ്ട്. എന്താണ്? ഞണ്ടാണെന്ന് തോന്നുന്നില്ല. ഏതെങ്കിലും ഒരെണ്ണം. ഞണ്ട്. ഉറപ്പ്? ഓക്കെ. പിന്നെ തുറന്നോ നോക്കിയോ. ഒന്ന് ഇളക്കിവിടേനെ. ഞാൻ വിചാരിച്ചു പക്ഷെ ഇത്രയും വലുതാ. ഭയങ്കര കൈയും കാലൊക്കെ ഉള്ളതിനെ. അതായത് ഇതിനെ കാണാത്ത സമയത്ത് ഫുള്ള് ഇതിനെ തൊട്ട് പേടിച്ചൊക്കെ ഇതിനെ കണ്ടു നോക്കി. പക്ഷെ ഞണ്ടിന് എനിക്ക് അത്ര വലിയ പേടിയില്ല. ഞാൻ ഞണ്ട് കറിയൊക്കെ വെക്കാറുണ്ട്. ഇവിടെ കിടന്ന് അലറിയതോ? പക്ഷെ ഇത്രയും വലിയ ഞണ്ടോ? ഇത്രയും വലിയ ഞണ്ട്. ഈ ഡയലോഗ് കേട്ടതിന് ശേഷം ഒരു മിനിറ്റ് ഒന്ന് ബാക്കിലോട്ട് ഒന്ന് റിവൈൻഡ് ചെയ്ത് നോക്കണം എല്ലാരും. ഹിമ താങ്ക് യു. അവിടെ പോയിരുന്നു. ടാറ്റ ബൈ. ഓക്കെ, അപ്പൊ നമ്മൾ രണ്ടാമത്തെ ഘട്ടത്തിലേക്ക് പ്രവേശിക്കാൻ പോവുകയാണ്. രണ്ടാമത്തെ ഘട്ടം ചെയ്യാൻ വേണ്ടിട്ട് ഹിമയുടെ ധൈര്യമൊന്നും ഒന്നുമല്ല, ധൈര്യത്തിന്റെ പര്യായ പദം ധൈര്യ റാണി. ലെറ്റ്സ് വെൽക്കം ലക്ഷ്മി. ധൈര്യസിംഹം വരുന്ന നോക്കിയേ. അറിയാലോ, വെറുതെ കൈയിടുക. കടിയോ കൊത്തോ എന്താന്ന് വെച്ചാൽ വാങ്ങിക്കുക, സാധനം കണ്ടുപിടിക്കുക. ഓക്കെ റെഡി.
ഇല്ല ഇല്ല സീനില്ല ഇല്ല റെഡി ഇപ്പുറത്തെ സൈഡ് അവിടെയാ സൈഡ് താഴെ അങ്ങനെ തട്ടരുത്. സമയം പോകുന്നു. റൈറ്റ് സൈഡിൽ തന്നെ ഉണ്ട്. പതുക്കെ താഴോട്ട്. 10 9 8 7 6 എന്തുവാ വീട്ട് കാണും 5 4 കടലിലെ എന്തോ സാധനമാ കൊഞ്ചാന്നോ എന്താ ഐറ്റം ഇപ്പൊ ഈ പറഞ്ഞതിന്ന് ഒരെണ്ണം ഉറപ്പിച്ചാ മതി. ഞണ്ട്, ആമ, തേള്, കൊഞ്ച്. പറ ഏതൊന്ന്? തേള്, തേളോ, കൊമ്പുള്ള തവള. നോക്കിക്കോ. ഞാൻ കൊഞ്ച് പറഞ്ഞില്ലേ? ഫിക്സ് ചെയ്തില്ലല്ലോ. ഓക്കെ, അപ്പൊ ഫീൽ ഇറ്റ് ഗെയിമിൽ GP എങ്ങനെ ഉണ്ടായിരുന്നു? നമുക്ക് കാണാൻ അറിയാൻ പറ്റാത്ത എന്തിനോടുമാണ് നമുക്ക് എപ്പോഴും പേടി എന്ന് പറയുന്നത്. അത് കൊഞ്ചാവാം, കാണാൻ പറ്റാത്ത സംഭവമാവാം, ഫ്യൂച്ചർ ആവാം, എന്തോ ആവാം. നമ്മുടെ മിസ്റ്റർ ആൻഡ് മിസ്സസ് തുടങ്ങിയ നാളെ മുതൽ നമ്മൾ എപ്പോഴും പറഞ്ഞുകൊണ്ടിരിക്കുന്ന ഒരു കാര്യമാണ്. മിസ്റ്റർ ആൻഡ് മിസ്സസിന്റെ ഏറ്റവും വലിയ ഹൈലൈറ്റ് എന്ന് പറയുന്നത്, നെടുന്തൂണെന്ന് പറയുന്നത് ഈ നിരന്നിരിക്കുന്ന 8 വൈറൽ കപ്പിൾസ് ആണ്. ഇപ്പം മിസ്റ്റർ ആൻഡ് മിസ്സസ് തുടങ്ങി ഇപ്പൊ ഇത്രയും ദിവസമായി, ഇത്രയും എപ്പിസോഡ്സ് ആയി. ഒരുപാട് പ്രേക്ഷകർക്കിടയിലേക്ക് ഇറങ്ങിച്ചെന്ന് ഒരുപാട് പേരുടെ മനസ്സിൽ സ്ഥാനമുറപ്പിച്ചിട്ടുള്ള 8 കപ്പിൾസ് ആണ് ഇന്ന് ആദ്യമായിട്ട് മിസ്റ്റർ ആൻഡ് മിസ്സസിന്റെ ഈ വേദിയിൽ എലിമിനേഷൻ ഫേസ് ചെയ്യാൻ വേണ്ടി നിൽക്കുന്നത്. ഇതിൽ ഞങ്ങൾക്ക് റോളില്ല. ഇതിന്റെ തീരുമാനം എന്ന് പറയുന്നത് നമ്മുടെ GPക്കും DPക്കും അതേപോലെ പ്രേക്ഷകർക്കുമാണ്. സോ GP ആൻഡ് DP, over to you both. yes. മിസ്റ്റർ ആൻഡ് മിസ്സസിന്റെ ഫ്ലോറിൽ എല്ലാവരും ഒരുപോലെ പറയുന്ന ഒരു കാര്യം എന്ന് പറയുന്നത്, ഇവിടുത്തെ ഏറ്റവും മനോഹരമായിട്ടുള്ള കാര്യം എന്ന് പറയുന്നത് ഇവിടുത്തെ ഫണ്ണാണ്. ആ ഫണ്ണിന്റെ മെയിൻ റീസൺ എന്ന് പറയുന്നത് നിങ്ങളുടെ അകമഴിഞ്ഞ പാർട്ടിസിപ്പേഷൻ തന്നെയാണ്. ഈ ചെറിയ സമയം കൊണ്ട് നിങ്ങൾക്ക് തന്ന ടാസ്കുകൾ, ഒരുപാട് പ്രിപ്പറേഷൻ ഒന്നും സമയമില്ലാതെ നിങ്ങൾ ചെയ്ത പെർഫോമൻസിൽ ഞങ്ങൾ വളരെ 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 ഹാപ്പിയാണ്. ആദ്യം തന്നെ ഓഡിയൻസിന്റെയും ഞങ്ങളുടെയും പോയിന്റ്സ് നില വെച്ചുകൊണ്ട് ഞങ്ങൾ ആദ്യം ഒരു 4 പേര് ഞങ്ങൾ സെലക്ട് ചെയ്തിട്ടുണ്ട്. ആ 4 പേര് പേര് പറയുന്നതിനനുസരിച്ചിട്ട് സ്റ്റെപ്പ് ഫോർവേഡ് ചെയ്യാം. ഫസ്റ്റ് കപ്പിൾ എന്ന് പറയുന്നത് ലക്ഷ്മി, സഞ്ജു. സുമിത് ആൻഡ് ഹിമ. മീത്, മരി, നിസാർക്ക, ഷിജിൽ. ഇവര് 4 കപ്പിളിലും ഞങ്ങൾ മനസ്സിലാക്കിയൊരു കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഓഡിയൻസിന്റെ ഇടയിലും ഒരുപാട് പോപ്പുലർ ആയിട്ടുള്ള കപ്പിൾസ് ആണ്. അപ്പോൾ ഓഡിയൻസിന്റെ ഒരു പോൾ എന്താണെന്നുള്ളത് നിങ്ങളോട് ഓൾറെഡി അറിയിച്ചു കഴിഞ്ഞു. ലക്ഷ്മി ആൻഡ് സഞ്ജു ആണ് ഇതിനകത്ത് ടോപ്പായിട്ട് നിൽക്കുന്നത്. ഇതിനകത്ത് മെയിൻ ആയിട്ട് ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, അത് സഞ്ജു, ലക്ഷ്മിയും ഇക്കയും ഇത്തയാണ് ശ്രദ്ധിക്കുന്നത്. ഒരുപക്ഷെ പോയിന്റ് നില നോക്കിക്കഴിഞ്ഞു കഴിഞ്ഞാൽ ടോപ്പായി നിൽക്കുന്നത് ഇക്കയും ഇത്തയാണ്. നിങ്ങളുടെ പെർഫോമൻസ് ഇതിൽ പോലും എനിക്ക് തോന്നുന്നത് നിങ്ങൾക്കാണ് ഏറ്റവും കൂടുതൽ മാർക്ക് കിട്ടിയിരിക്കുന്നത്. നിങ്ങൾ ഇവിടെ കാണിച്ച വൈറൽ കപ്പിളിലും സംഭവങ്ങളിലും ഒക്കെ ആ രീതിയിലൊക്കെ നോക്കുമ്പോൾ നിങ്ങൾക്കാണ് പോയിന്റ് നില കിട്ടിയിരിക്കുന്നത്. പക്ഷേ ഈ പറയുന്ന ഓഡിയൻസ് വോട്ടിങ്ങിൽ നിങ്ങൾ ആദ്യത്തെ 3 പേരിൽ ഇല്ല. അത് കുറച്ച് കൺസേൺ ഉണ്ടാക്കുന്ന ഒരു കാര്യമാണ്. അത് ഇനിയുള്ള സമയം കൊണ്ട് നിങ്ങൾ മാറ്റിയെടുക്കണം. കാരണം ഫസ്റ്റ് എപ്പിസോഡ് മുതൽ ഏറ്റവും കൂടുതൽ അഭിപ്രായം കിട്ടിയിരിക്കുന്നത് ഇക്കയ്ക്കും ഇത്തയ്ക്കുമാണ്. പക്ഷെ ഓഡിയൻസിന്റെ ഒരു റെസ്പോൺസ് എന്താ എന്നുള്ളത് ഞങ്ങൾ തീർച്ചയായിട്ടും മാനിക്കുന്ന ഒരു കാര്യമാണ്. അതുകൊണ്ട് തന്നെ അത് നിങ്ങൾ മെല്ലെ മെല്ലെ അത് ടേക്ക് കെയർ ചെയ്യേണ്ടതുണ്ട്. ഇവിടെ നമുക്ക് 3 കളേഴ്സ് ഓഫ് ടീഷർട്ട്സ് ഉണ്ട്. ഒന്ന് റെഡ് ആണ്, ഞാൻ എടുത്തിട്ട് വരാം. യെസ്, റെഡ് ഇൻഡിക്കേറ്റ്സ് ഡേഞ്ചർ. ഓറഞ്ച് ഒരു മൈൽഡ് ആയിട്ടുള്ള സിറ്റുവേഷനിലാണ്, ഇതിന്റെ രണ്ടിന്റെ നടുവിലാണ്. ഗ്രീൻ ഇസ് ഡെഫിനറ്റ്ലി എ ഗ്രീൻ ടിക്കറ്റ്. ഗ്രീൻ എന്ന് പറയുന്നത് നിങ്ങൾ സേഫ് സോണിലാണ്. അപ്പോൾ ആദ്യമായിട്ട് മിസ്റ്റർ ആൻഡ് മിസ്സസ് ഫ്ലോറിലെ എലിമിനേഷൻ റൗണ്ടിൽ ഗ്രീൻ ടിക്കറ്റ് കിട്ടിയിട്ടുള്ള
4 കപ്പിൾസ് നിങ്ങൾ 4 പേര്. ഇനി നമുക്ക് ബാക്കിയുള്ളത് 4 കപ്പിളുകളാണ്. ഈ 4 കപ്പിൾസിൽ നിന്ന് ഒരു കപ്പിളാണ് ഇന്ന് നമ്മൾ എലിമിനേഷനിൽ നിന്ന് ഔട്ടാക്കാൻ ഉദ്ദേശിക്കുന്നത്. വളരെ ഫ്ലക്ച്വേറ്റിംഗ് ആയിട്ടുള്ള രീതിയിൽ പോവുകയാണ് നിങ്ങൾ 4 പേരും. എന്ന് വെച്ച് കഴിഞ്ഞാൽ നിങ്ങൾക്ക് തന്നെ ഏകദേശം അറിയാം, ആ 4 പേരെ വെച്ച് കമ്പയർ ചെയ്യുമ്പോൾ നിങ്ങൾ 4 പേരും ആ റേഞ്ചിലേക്ക് എത്തിയിട്ടില്ല എന്നുള്ളത് ഞാൻ എക്സ്പ്ലെയിൻ ചെയ്യാതെ തന്നെ നിങ്ങൾക്ക് അറിയാം. പക്ഷേ മിസ്റ്റർ ആൻഡ് മിസ്സസിന്റെ ടൈറ്റിൽ വിൻ ചെയ്യുക എന്നുള്ളതാണ് ഇവിടെയുള്ള എല്ലാവരുടെയും മെയിൻ ഉദ്ദേശം എന്ന് പറയുന്നത്. അതിൽ ഇന്ന ആൾ പോപ്പുലർ ആണോ അല്ലേ എന്നുള്ളത് നിങ്ങളുടെ പ്രശ്നമല്ല. നിങ്ങൾ ആ ടൈറ്റിലേക്ക് എത്തുക എന്നുള്ളത് തന്നെയാണ് നിങ്ങളുടെ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യം. സോ ഈ ഒരു 4 കപ്പിളിൽ ഒരു കപ്പിൾ ഒരു പക്ഷേ ഈ ലാസ്റ്റ് നിമിഷം പെർഫോമൻസ് വൈസ് കാര്യങ്ങൾ മെച്ചപ്പെടുത്തി സേഫ് സോണിലേക്ക് എത്തിയിട്ടുണ്ട്. ആ കപ്പിൾ എന്ന് പറയുന്നത് അജിത് ആൻഡ് ഡോണ. അജിത് ആൻഡ് ഡോണയില് അജിത്തിന് ഗ്രീൻ ഷർട്ടും ഡോണയ്ക്ക് ഓറഞ്ചും ആണ് നമ്മൾ തരുന്നത്. ഇനി ബാലൻസ് ഉള്ളത് 3 കപ്പിൾസ് ആണ്. രഞ്ജിത്ത്, റിജി, ബിപിൻ, ജസ്ന, നിഖിൽ ആൻഡ് ലെന. ജിപി, എന്താണ് ഇവരുടെ ഇപ്പോഴത്തെ സ്റ്റാറ്റസ്? ഇപ്പോഴത്തെ ഈ ഒരു അവസ്ഥയിൽ കൺസിഡർ ചെയ്തിട്ട് നമ്മൾ ഇന്ന് എലിമിനേഷൻ റൗണ്ടിൽ ഈ നിൽക്കുന്ന 3 കപ്പിളിൽ നിന്ന് 1-2 കപ്പിളായിരിക്കും നമ്മൾ ഇന്ന് എലിമിനേറ്റ് ചെയ്യാൻ ഉദ്ദേശിക്കുന്നത്. അങ്ങനെ നോക്കുമ്പോൾ നമ്മൾ ജനങ്ങളിൽ നിന്ന് വന്ന വോട്ടിങ്ങും ഇതുവരെയുള്ള പെർഫോമൻസുകളും മറ്റ് കാര്യങ്ങളും കൂടി എടുത്തപ്പോൾ ഒരു കപ്പിൾ ലാസ്റ്റ് ഷെഡ്യൂളിൽ കുറച്ച് എപ്പിസോഡുകളിൽ ഉണ്ടായിരുന്ന പെർഫോമൻസ് കാരണം അവർ സേഫർ സോണിൽ എത്തിയിട്ടുണ്ട്. ആ സേഫർ സോൺ എന്ന് പറയുന്നത് അത്ര സേഫ് ആയിട്ടുള്ള സോൺ അല്ല. അവർ തൽക്കാലം രക്ഷപ്പെട്ടത് ലാസ്റ്റ് മിനിറ്റിലുള്ള അവരുടെ ഒരു ടീം മെമ്പറിന്റെ പെർഫോമൻസിന്റെ മികവ് കൊണ്ടാണ് ആ രീതിയിൽ എത്തിയിരിക്കുന്നത്. അവരങ്ങനെ എത്തിയിട്ടുണ്ടെങ്കിലും അതൊരു ന്യൂ ലൈഫാണ്, വേണ്ട പോലെ ഉപയോഗിക്കുക. കൺഗ്രാറ്റുലേഷൻസ് റിജി ആൻഡ് രഞ്ജിത്ത്, നിങ്ങൾ സേഫർ സോണിലാണ്. റിജിയുടെ ലാസ്റ്റ് ടൈമിലുള്ള കുറച്ച് പെർഫോമൻസുകൾ കൺസിസ്റ്റന്റ് ആയി വന്നതാണ് നിങ്ങളുടെ ടീമിനെ സേവ് ചെയ്തിരിക്കുന്നത്. പക്ഷേ രഞ്ജിത്തിന് ഓറഞ്ച് ആണ്, രഞ്ജിത്ത് സേഫർ സോണിലാണ്. രഞ്ജിത്തിന് ഗ്രീൻ ആവാനുള്ള പൊട്ടൻഷ്യൽ ഉണ്ട്. റിജിയുടെ ഗ്രീൻ ടീഷർട്ട് വെച്ചിട്ടാണ് ഇപ്പൊ തൽക്കാലം നിങ്ങൾ സേഫർ സോണിൽ എത്തിക്കുന്നത്. ഈ ഒരു മിസ്റ്റർ ആൻഡ് മിസ്സസ് ഫാമിലിയിലുള്ള എല്ലാവരും ഒരുപാട് സന്തോഷത്തോടു കൂടിയാണ് ഇവിടെ നിൽക്കുന്നത്. എല്ലാവരും ഈ ഒരു ഫാമിലിയെ ഏറ്റെടുത്തിട്ടാണ് ഇവിടെ നിൽക്കുന്നത്. എല്ലാവരും മിസ്റ്റർ ആൻഡ് മിസ്സസ് ടൈറ്റിലിന് വേണ്ടി തന്നെയാണ് ഇവിടെ നിൽക്കുന്നത്, നന്നായിട്ട് അറിയാം. പക്ഷേ അറ്റ് ദ എൻഡ് ഓഫ് ദ ഡേ ആദ്യത്തെ എപ്പിസോഡുകളിലുള്ള തമാശക്കിടയിൽ ഇടയ്ക്കിടയ്ക്കൊരു റിമൈൻഡർ പോലെ ഞാൻ പറഞ്ഞിരുന്നത് പോലെ ഇതൊരു റിയാലിറ്റി ഷോ ആണ്, ഇതൊരു കോമ്പറ്റീഷൻ ആണ്. ഇതിൽ എലിമിനേഷൻ റൗണ്ടുകൾ ഉണ്ടാവും. നമ്മൾ ഈ യാത്രയിൽ എല്ലാവരും ഫിനാലയിൽ എത്തില്ല. ഈ യാത്രയിൽ കുറച്ച് പേര് താൽക്കാലികമായിട്ട് നമ്മളോട് വിട പറഞ്ഞ് പോകേണ്ടി വരും. അത് ഒരു ഷോയുടെ ഭാഗം കൂടി ആയതുകൊണ്ടാണ് നമ്മൾ ഈ ഒരു സ്റ്റേജിൽ എത്തി നിൽക്കുന്നത്. ഇപ്പോൾ ഉള്ള ഈ ഒരു അവസ്ഥയിൽ ബിപിൻ, ജസ്ന, നിഖിൽ, ലെന, നിങ്ങളുടെ ടീമിലെ 2 ആളുകൾ ഓറഞ്ച് ടീഷർട്ടുകളാണ് കിട്ടിയിരിക്കുന്നത്. നിഖിൽ ലെന ടീമിൽ ഓറഞ്ച് ടീഷർട്ട് കിട്ടിയിരിക്കുന്നതിൽ ഒന്ന് നിഖിലിനാണ്. ബിപിൻ ജസ്ന ടീമിൽ ഓറഞ്ച് ടീഷർട്ട് കിട്ടിയിരിക്കുന്നത് ഒന്ന് ജസ്നയ്ക്കാണ്. ഇന്നത്തെ ഈ ഒരു എപ്പിസോഡിൽ അടുത്തതായിട്ട് ഈ 2 ടീമിൽ നിന്നും ഒരാൾക്ക് ഓറഞ്ച് ടീഷർട്ടാണ് കിട്ടിയിരിക്കുന്നത്. അത് ആരാണ് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഒരുപക്ഷെ ഈ അവസാനത്തെ കുറച്ച് എപ്പിസോഡുകളിൽ
അല്ലെങ്കിൽ ഈ അടുത്ത കാലത്ത് വളരെ ഡേഞ്ചർ സോണിലേക്ക് എത്തി ഒരു പ്രത്യേക അവസ്ഥയിൽ നിന്ന് വളരെ വീറും വാശിയോടുകൂടി പെർഫോമൻസ് വൈസ് തിരിച്ചു വന്ന ലെനക്കാണ്. ഇനിയുള്ളത് ബിപിൻ ജസ്ന. ചില ഗെയിമുകളിൽ ഭാഗ്യത്തിന്റെ അടിസ്ഥാനത്തിൽ വരുന്ന ഗെയിമുകളിലാണ് നിങ്ങൾക്ക് ഏറ്റവും കൂടുതൽ പോയിന്റ് നില താഴത്തേക്ക് പോയിരിക്കുന്നത്. അതിനൊന്നും ചെയ്യാൻ പറ്റില്ല, കാരണം ഭാഗ്യവശാലുള്ളതിൽ നമുക്ക് പെർഫോം ചെയ്യാനില്ല. അതിനകത്ത് പോയിന്റ്സ് കിട്ടുക എന്നുള്ളത് ഭാഗ്യത്തെ ഡിപ്പെൻഡ് ചെയ്തിട്ടാണ്. അവിടെ ഇപ്പൊ നിങ്ങൾ എത്ര പരിശ്രമിച്ചാൽ പോലും നിർഭാഗ്യം വന്നു കഴിഞ്ഞാൽ ഒന്നും ചെയ്യാൻ പറ്റില്ല. അങ്ങനെ ഒരു അടിസ്ഥാനത്തിൽ പോയിന്റ് നില നോക്കുമ്പോൾ അത് അൺഫെയർ ആണ്. പക്ഷെ ഇതൊരു ഗെയിമാണെന്ന് ഞാൻ പറഞ്ഞു. എല്ലാം കൂടെ ആ രീതിയിൽ നോക്കുമ്പോൾ ഭാഗ്യത്തിന്റെ അടിസ്ഥാനത്തിലാണ് നിങ്ങൾക്ക് ഏറ്റവും കൂടുതൽ പോയിന്റ് നഷ്ടപ്പെട്ടത് എന്നും കൂടെ നോക്കിയിട്ട് ഈ ഒരു അവസ്ഥയിൽ ഞങ്ങൾ നിങ്ങൾക്ക് ഒരു ചാൻസും കൂടെ തരികയാണ്. സോ ഇന്നത്തെ ഈ എപ്പിസോഡിൽ ഒരാളും എലിമിനേറ്റ് ആവുന്നില്ല. ഇതൊരു ഫൈനൽ ചാൻസ് ആണ്. എപ്പോഴും നമുക്ക് ലൈഫിൽ രണ്ടാമതൊരു ചാൻസ് കിട്ടില്ല. സോ യു ഹാവ് ഗോട്ട് എ സെക്കൻഡ് ഓപ്പർച്യൂണിറ്റി. ബിപിൻ, ജസ്ന, നിഖിൽ, ലെന, you are continuing in this family, Mr. and Mrs. family as of now. ഇതേപോലെ തന്നെ മുന്നോട്ട് പോവുകയാണ്. പക്ഷേ ഇത്രയും ഞങ്ങൾ എക്സ്പ്ലെയിൻ ചെയ്തതും മനസ്സിലാക്കി തന്നതും ഇങ്ങനൊരു അവസരത്തിൽ നിങ്ങൾ പോയി നിന്ന് കഴിഞ്ഞാൽ ഇനി ഉണ്ടാവുന്നത് എന്താണ് എന്ന് നിങ്ങൾ രണ്ട് ടീമുകളും നേർക്ക് നേർ കണ്ടു. പ്രേക്ഷകരുടെ വോട്ടിങ്ങും ഞങ്ങളുടെ വോട്ടിങ്ങും അനുസരിച്ച് ഈ രണ്ട് ടീമാണ് ഏറ്റവും അവസാനമായി വന്നിരിക്കുന്നത്. ഇവർക്ക് രണ്ടുപേർക്കും കൂടി ഇനി വോട്ട് ചെയ്യാനുള്ള ഒരു അവസരമാണ് പ്രേക്ഷകർക്ക്. അത് ഇവരുടെ പെർഫോമൻസിനെ അടിസ്ഥാനമാക്കി ഇവർ ഇതുവരെയുള്ള പെർഫോമൻസുകൾ നിങ്ങൾക്ക് അനലൈസ് ചെയ്യാം. എല്ലാം Z5-ൽ പോയി കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഇതുവരെയുള്ള അവരുടെ പെർഫോമൻസുകൾ ഉണ്ട്. ZTVയുടെ ഫേസ്ബുക്ക് ഹാൻഡിലിൽ പോയി കഴിഞ്ഞു കഴിഞ്ഞാൽ ഇവരുടെ ഒരുപാട് പെർഫോമൻസുകളുടെ വീഡിയോസ് അതിനകത്ത് ഉണ്ടാവും. അതെല്ലാം കണ്ടുകൊണ്ട് അനലൈസ് ചെയ്തുകൊണ്ട് നിങ്ങളുടെ ഒരു മറുപടി എന്താണ് എന്നുകൂടെ അറിയാൻ ഞങ്ങൾ ആകാംക്ഷയോടുകൂടി കാത്തിരിക്കുകയാണ്. നെക്സ്റ്റ് എപ്പിസോഡിൽ മാക്സിമം ആർജവത്തോട് കൂടിയിട്ട് പെർഫോം ചെയ്യുക. ബാക്കിയെല്ലാം ഞാൻ പ്രേക്ഷകർക്കായിട്ട് വിടുന്നു. അതെ, ഇടയ്ക്ക് നമ്മൾ GP പറഞ്ഞുകൊണ്ടിരിക്കുന്ന സമയത്ത് അച്ചായൻ എന്നോട് ചോദിച്ചു ഈ റെഡ് ടീഷർട്ട് എനിക്കായിരിക്കും എന്ന് ചോദിച്ചു. അടുത്ത പ്രാവശ്യം അത് ചോദിച്ചു വാങ്ങിക്കരുത് അച്ചായ. അപ്പൊ ഇനിയും മാക്സിമം എത്ര എപ്പിസോഡാണോ അല്ലെങ്കിൽ എത്ര ടാസ്ക് ആണോ ഇവിടെ ചെയ്യാൻ കിട്ടുന്നത് അത് മാക്സിമം അടിച്ചു. നമ്മള് മോശമായിട്ടല്ലാന്നേ, നമ്മളെക്കായൊക്കെ ഒരുപാട് കഴിവായിട്ട് ഇടിച്ചു നിൽക്കണം. ബിപിൻ, ഈ ഒരു ഡയലോഗ് പറയാൻ ഉള്ള അവസാനത്തെ ചാൻസ് ആണ് താങ്കൾക്ക്. ഈ ഡയലോഗ് ഇനി ഈ ഫ്ലോറിൽ റിപ്പീറ്റ് ചെയ്യരുത്. നിങ്ങളെക്കാൾ കഴിവുള്ള എത്രയോ ആൾക്കാർ ഇവിടെ ഉണ്ടായിരിക്കും. പക്ഷെ നിങ്ങളുടെ പൊട്ടൻഷ്യൽ എന്താണെന്നുള്ളത് നിങ്ങൾക്ക് തിരിച്ചറിയാവുന്നതാണ്. പല 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 ടാസ്കുകളിൽ ഈ കഴിവുള്ള ആൾക്കാരെ മറച്ചിടുന്ന രീതിയിലുള്ള പെർഫോമൻസുകൾ നിങ്ങൾ കാഴ്ചവെച്ചിട്ടുണ്ട്. സോ ഇനി ഒരിക്കലും നമ്മൾ ഈ ഒരു ഡയലോഗ് ഇവിടെ പ്രതീക്ഷിക്കുന്നില്ല. മിസ്റ്റർ ആൻഡ് മിസ്സസിന്റെ ടൈറ്റിൽ വിന്നേഴ്സ് ആയിട്ട് ബിപിനെയും ജസ്നേനെയും അനൗൺസ് ചെയ്യുക എന്നുള്ളതായിരിക്കും എനിക്ക് ഏറ്റവും സന്തോഷമുള്ള കാര്യം. അതിലേക്കാണ് നിങ്ങൾ ട്രൈ ചെയ്യേണ്ടത്. അതിലേക്കുള്ള ഒരു മാർഗമാണ് ഇനി നിങ്ങൾ തുറന്നു വെക്കേണ്ടത്. അത് നിങ്ങൾ രണ്ട് കപ്പിൾസിനും അത് വളരെ ബാധകമാണ്. ഓൾ ദ വെരി ബെസ്റ്റ് ബോത്ത് ദ കണ്ടസ്റ്റന്റ്സ്. അപ്പോൾ ഇനി ടെൻഷനൊക്കെ വിടാം. ഓക്കെ, അടുത്ത 3-4 എപ്പിസോഡ് എന്ന് പറയുന്നത് നിങ്ങൾക്ക് രണ്ടുപേർക്ക്, രണ്ട് കപ്പിൾസിനും, നിഖിലിനും ലെനയ്ക്കും ബിപിനും ജസ്നയ്ക്കും ഭയങ്കര ക്രൂഷ്യലാണ്. ഓക്കെ, ഈ ഓറഞ്ച് ടീഷർട്ട് എപ്പോ വേണേലും ഗ്രീൻ ആകാം. ഓക്കെ, അപ്പൊ അതിനു വേണ്ടിയിട്ടായിരിക്കണം നമ്മൾ ഇനിയും മത്സരിക്കേണ്ടത്. നമുക്ക് റിലാക്സ് ചെയ്യാം. ഇന്നത്തെ എപ്പിസോഡിലെ എലിമിനേഷൻ ഇങ്ങനെ പോയി. പക്ഷെ എല്ലാ എലിമിനേഷനും ഇങ്ങനെ ആയിരിക്കില്ല. വരാൻ ഇരിക്കുന്ന നല്ല നാളുകൾ സെലിബ്രേഷന്റെ ഭാഗമായിട്ട് നമുക്ക് എല്ലാവർക്കും ഒരുമിച്ച് ഇനിയും ആഘോഷിക്കാം. അപ്പൊ നിങ്ങൾ ഈ എയർ ഒക്കെ വിട്ടിട്ട് എല്ലാവരും നമ്മളെ ഒന്ന് ജോയിൻ ചെയ്യും. ഇനി വരാമെന്ന മിസ്റ്റർ ആൻഡ് മിസ്സസിന്റെ എപ്പിസോഡ് എന്ന് പറയുന്നത് വീറും വാശിയും നിറഞ്ഞ മത്സരങ്ങളായിരിക്കും. ഓരോ കപ്പിൾസും എത്രത്തോളം എന്താ പറയാ കോമ്പറ്റീറ്റീവ് ആയിട്ടായിരിക്കും ഇനി മത്സരിക്കാൻ പോകുന്നത് എന്ന് കാണാൻ വേണ്ടിയിട്ട് വെയിറ്റ് ചെയ്യാണ് ഞങ്ങൾ 4 പേരും, അതേപോലെ നമ്മുടെ പ്രേക്ഷകരും. ഇനി മിസ്റ്റർ ആൻഡ് മിസ്സസ് വേറൊരു റേഞ്ചിലേക്കായിരിക്കും പോകാൻ പോകുന്നത്. കാര്യം നിങ്ങൾക്ക് കുറച്ചുകൂടെ കാര്യങ്ങളുടെ സീരിയസ്നെസ്സും ഓക്കെ നമ്മുടെ മിസ്റ്റർ ആൻഡ് മിസ്സസ് ഷോ എന്ന് പറയുന്ന ആ ഒരു ടൈറ്റിലിന്റെ വാല്യൂ ഒക്കെ നിങ്ങൾക്ക് നിങ്ങളുടെ മനസ്സിലേക്ക് വന്നു എന്ന് ഞങ്ങൾ പ്രതീക്ഷിക്കുന്നു. അപ്പോൾ ഇനി അടുത്ത വരാൻ പോകുന്ന എപ്പിസോഡുകളിൽ പുതിയ 8 വൈറൽ മുഖങ്ങളെയാണ് ഞങ്ങൾ കാണാൻ പോകുന്നത്, അല്ലേ? നമുക്ക് ഇന്നത്തെ എപ്പിസോഡ് സന്തോഷത്തോടെ വൈൻഡപ്പ് ചെയ്താലോ? ഓക്കെ, അപ്പോൾ എല്ലാവർക്കും ഞങ്ങളുടെ വക ഒരുപാട് സ്നേഹം. അടുത്ത എപ്പിസോഡിൽ നേരത്തെ പറഞ്ഞ പോലെ ഇതിലും പത്തനമാറ്റ് വീറും വാശിയോടും കൂടി ഞങ്ങൾ വരുന്നതായിരിക്കും.
അതുവരെ ദിസ് ഇസ് ബൈ ഫ്രം മിസ്റ്റർ ആൻഡ് മിസ്സസ് ഫാമിലി. This is Cutie the Beauty Soap and BSY Noni Hair Color Shampoo co-presents Mr. and Mrs. Blockbuster partner MyG, co-powered by Asian Paints. Special partner Soapic. Good night.